ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, അവസാന കാലത്തെക്കുറിച്ചുള്ള ലക്ഷണങ്ങളും പ്രവചനങ്ങളും ഒക്കെ പരിശുദ്ധ അമ്മ ഓടി നടന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രത്യക്ഷീകരണത്തിലും ഓരോരോ പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അന്ത്യകാലത്തേക്ക് കണക്ക് കൂട്ടി അമ്മ കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ചോദിക്കരുത് ഈ എല്ലാ പ്രാർത്ഥനകളും എങ്ങനെയാണ് ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുക എന്ന്. അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയിരിക്കാനല്ല പറഞ്ഞത്. ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു അവബോധം ഉണ്ടാകുകയും നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുകയും പറ്റുമ്പോഴൊക്കെ നമുക്ക് ഈ പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജപമാലയിൽ തന്നെ ചൊല്ലുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നാണ്. നമ്മൾ കുറച്ച് ദിവസം 2-3 ദിവസം അതിനെക്കുറിച്ച് പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാത്തിമയിലെ സന്ദേശങ്ങൾ കുറേ ഉണ്ടല്ലോ. അത് വിപുലമായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും കാണണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. പണ്ട് ഫാത്തിമ മാതാവിൻ്റെ രൂപം ഇവിടെ കൊണ്ടുവന്ന ഒരു ഇതുണ്ടായിരുന്നു. രൂപം കൊണ്ടുവന്ന എല്ലാ ഇടവകളിലും, അങ്ങനെയല്ല കൊറോനകളിലൊക്കെ. അപ്പം അന്ന് അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ചെറിയ പുസ്തകമുണ്ട്. ഞാൻ പുസ്തകം കാണിക്കുന്നില്ല, നിങ്ങൾ പിന്നെ ആ പുസ്തകം അന്വേഷിച്ച് നടക്കും. അതിപ്പോൾ വേറൊരു സ്ഥലത്ത് അച്ചടിച്ചിട്ട് അവർ പബ്ലിഷ് ചെയ്തതാണ്. ഇപ്പോൾ അവിടെ അങ്ങനെ അടിക്കണമൊന്നുമില്ല. ആ ചെറിയ പുസ്തകത്തിൽ കുറച്ച് കാര്യങ്ങൾ ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആദ്യം തൊട്ട് ഒന്ന് നോക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തതയിൽ വരും. ഇനിയിപ്പോൾ വ്യക്തത വരാനൊന്നുമില്ല. ഈ 3 ദിവസത്തെ അന്ധകാരം എന്നൊക്കെ പറയുന്നതൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഞാൻ പറയും, ഇപ്പോഴേ തന്നെ മനുഷ്യഹൃദയങ്ങൾ അന്ധകാരത്തിലാണ്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കണ്ടറിയാലോ. ഇനിയിപ്പോൾ അന്ധകാരം വരാൻ നിൽക്കൊന്നും വേണ്ട. പക്ഷേ എന്നാലും നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് കേൾക്കാം. ഫാത്തിമയിലെ അമ്മ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. അതിനേക്കാൾ മുൻപ് നമ്മുടെ മനുഷ്യജീവിതത്തിലൊക്കെ വലിയ സഹനങ്ങൾ എന്തിനാണ് ദൈവം അനുവദിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ ഇങ്ങനെ എപ്പോഴും കിട്ടണേ? അതിൻ്റെ കാരണം വേറെ ഒന്നല്ല. സഹനം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ സഹനം അനുഭവിക്കുന്ന വ്യക്തിയുടെ മുഖഭാവം ദൈവത്തിൻ്റെതിന് തുല്യമാവുന്ന പറഞ്ഞേക്കണേ. സഹിച്ച് അങ്ങനെ വെള്ളിയുടെ ശുദ്ധി നിശ്ചയിക്കുന്ന പോലെ ആ തളയ്ക്കുന്ന സ്ഥലത്ത് ആ സാധനത്തിൽ നമ്മുടെ മുഖം കാണുന്ന പറയണേ. സഹിച്ച് പിന്നെ സഹനം നമുക്ക് ഒന്നല്ലാണ്ടായിത്തീരും. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഞാൻ സഹിക്കാം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ എന്നെ ഓപ്പറേഷന് കൊണ്ടുപോകുമ്പോഴേ ഡോക്ടർ എന്നോട് പറഞ്ഞു, വലിയൊരു ഓപ്പറേഷനാണ് നടക്കാൻ പോകുന്നത്, ഞാൻ തിരിച്ചു വരുമെന്ന് അറിയില്ല. അപ്പോഴൊക്കെ അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇനി ഞാൻ പോകാൻ എന്നെ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പം കുറച്ച് വേദന എടുക്കുന്നൊരു പരിപാടിയുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ആമാശയ ഓപ്പറേഷൻ കുറേ വലിയ ഓപ്പറേഷനാണ്. 6-7 മണിക്കൂർ എടുത്തിട്ടൊരു ഓപ്പറേഷൻ. അത് ക്യാൻസർ എന്തോരം വ്യാപിച്ചിട്ടുണ്ട്. ആ വ്യാപിച്ചിടത്തൊക്കെ ഞങ്ങൾ മുറിച്ചു മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏതൊക്കെ അവയവങ്ങൾ പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചിലപ്പോൾ മൊത്തം പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡോക്ടർ ഉള്ളിൽ കിടന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി കുറച്ച് വേദന എടുക്കുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ, പെട്ടെന്ന് വയലൻ്റ് ആവരുത്, ഞാൻ സഹിച്ചോളാം, അതൊന്നൊരു കുഴപ്പമൊന്നുമില്ല, വേദനയില്ല, ഞാൻ കടിച്ചമർത്തി നിന്നോളാം. ഡോക്ടർ ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്തു. ഇത് ഓർമ്മ കിടത്തുന്നതിനേക്കാൾ മുമ്പുണ്ടായ കാര്യമാണ്. അപ്പോൾ ഡോക്ടർ നല്ല ഈ കാര്യം ചെയ്യണമെങ്കിൽ ഓർമ്മ കിടത്താൻ പാടില്ല. അപ്പോൾ ഈ വലിയ ഓപ്പറേഷന് മുമ്പ് എൻ്റെ ശരീരത്തിൽ 3-4-5 കുഞ്ഞു ഓപ്പറേഷനുകൾ ഇവർ നടത്തിയിട്ടുണ്ട്. അവിടെ ഇവിടെയും ട്യൂബുകൾ കടത്തലും ഉള്ളിക്കൂടെ എന്തൊക്കെ കടത്തൽ, അങ്ങനെ കുറേ പരിപാടി ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ നോക്കുമ്പോൾ ഒരു 4 ഓപ്പറേഷൻ വേറെ പുറത്ത് ചെയ്തിട്ടുണ്ട് വലിയ ഓപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊരു ചെറിയൊരു ഓപ്പറേഷനാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു സംഭവം തണ്ടലുമിക്ക് കടത്തി വയ്ക്കും. എന്നിട്ട് അതിൽ കൂടെ എന്തോ ഒഴിച്ചു തരുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇവരുടെ മെഡിക്കൽ ഫീൽഡിലത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം ഞാൻ ഇവിടെ ഒരു സാധനം ഇടണം തണ്ടലുമിക്ക്. ഞാൻ കുഴപ്പമില്ല, തണ്ടലുമിക്ക് ഒരു സാധനം ഇട്ടോ, യാതൊരു കുഴപ്പമില്ല. സഹനല്ലേ? ഞാൻ അന്ന് തിയേറ്ററിൽ വെച്ച് സഹിക്കാലോ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ. എൻ്റെ ദൈവമേ, ഞാൻ അന്ന്
ഇങ്ങനെ കെടുക്കാണ്. അപ്പം എന്നെ സജഷൻ കൊടുത്തിട്ടില്ല. ഡോക്ടർ അപ്പോൾ തലയിൽ തട്ടി ആശ്വസിപ്പിച്ചിട്ട് അമ്മച്ചി ഇപ്പം ചെയ്യൂട്ടോ എന്ന്. എൻ്റെ ദൈവമേ, അത് എന്ത് പരിപാടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ കൺട്രോൾ, ഒരുവിധം വേദനയൊക്കെ ഞാൻ സഹിക്കുന്ന ആളാണ്. മിണ്ടാതെ സഹിക്കാനുള്ളൊരു കൃപ തമ്പുരാൻ തന്നിട്ടുണ്ട്. ഈ ഒരു വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഉടനടി എൻ്റെ ഈശോയെ ഇത് എന്തായി കാണിക്കണേന്ന് പറയുമ്പോഴേക്കും അവർക്ക് മനസ്സിലാക്കാൻ, അത് സെഡേഷൻ കൊടുക്കാണ്ട് വേണ്ടത്ര ആ സാധനം എന്തൊക്കെയോ ഇറക്കാൻ. ഞാൻ ബോഡി ആകെ വീക്കായത് കൊണ്ടാകാം ഇത്രമാത്രം വേദന എടുത്തത്. ഞാൻ ആ വേദന ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഞാൻ ഓർക്കും എന്തിനാണ് ദൈവം സഹനങ്ങൾ. അത് ഞാൻ ഓളിയിടാൻ തുടങ്ങിയപ്പോഴേക്കും അവർ വേഗം സെഡേഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ദർശനമൊക്കെ ശുദ്ധീകരണ കിട്ടിയാവും ഉണ്ടാക്കിയൊരു ദർശനം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. അതൊക്കെ കിട്ടി ഞാൻ വീണ്ടും വന്നു ജീവിതത്തിലേക്ക്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുമാതിരി എന്തിനാണ് എനിക്ക് വേദന എന്ന്. പിന്നെ അങ്ങോട്ടുള്ള 11 മാസം പറയണ്ട. ഇപ്പോഴും ചിലപ്പോഴൊക്കെ അറ്റാക്കിൻ്റെ വേദന വരും, ഭയങ്കര വേദന. ഇപ്പോൾ ഈ അടുത്ത് തിരുമുഖത്തിൻ്റെ ഇതിട്ടതിന് ശേഷം വലിയൊരു വേദന വന്നു. ഞാൻ വിചാരിച്ചു കാറ്റ് പോയി, യൂട്യൂബിൽ ഇനി പറയാൻ കിടക്കുന്നതൊക്കെ ബാക്കി അവിടെ കിടക്കട്ടെ, അതൊക്കെ അവിടെ കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പോവാൻ റെഡിയായി. എപ്പോഴും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ റെഡി ആയിട്ടിരിക്കും പോകാനായിട്ട്. കാരണം കാറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആലോചിക്കാൻ പറ്റാത്ത സമയം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ല, വീണ്ടും വന്നു. അപ്പോൾ ഞാൻ ഈ അന്നത്തെ സഹനങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഞാൻ 1 or 2 പ്രാവശ്യം ഞാൻ ഈശോയോട് എൻ്റെ ഈശോയെ എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 2 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മലാക്കി 3:3 പറയുന്നു, വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളി ഇങ്ങനെ ഉലയിൽ ശുദ്ധീകരിക്കുമ്പോൾ ഉരുകിയിട്ടുള്ള വെള്ളിയിൽ ഈ ഉരുക്കുന്ന ആൾ നോക്കുമ്പോൾ അയാളുടെ മുഖം കാണാത്രേ ഈ ഉരുക്കുന്ന വെള്ളിയിൽ. നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ വെള്ളിയിൽ അവരുടെ മുഖം കണ്ടാൽ വെള്ളിയുടെ ശുദ്ധി വന്നു. അപ്പം അത് പറയുന്നത് അങ്ങനെ കാണുന്ന ആ സമയത്ത് അവരെ തീ കെടുത്തി കളയും. അപ്പോൾ കൂടുതൽ തിളച്ചാലും പെസക്, കുറച്ച് തിളച്ചാലും പെസകാണ്. അത് കറക്റ്റ് സമയമാകുമ്പോൾ അതിൻ്റെ മൂർധനത്തിലെത്തുമ്പോൾ ഉരുക്കുന്നവൻ്റെ മുഖം അവിടെ കാണാമെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ഓർത്തു, എന്നിങ്ങനെ ഉരുക്കി ഉരുക്കുന്നതിൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ടായിരിക്കും ആ അവസാനത്തെ സഹനം തന്നേന്ന്. ഞാനിത് വെറുതെ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മാതാവ് പറയാണ്, വീണ്ടെടുപ്പിനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയത്ത് വിശുദ്ധിയുള്ള മനുഷ്യരെ കൊണ്ട് ലോകം നിറയണം. അതായത് ഇത് അവസാന കാലഘട്ടമാണ്. അപ്പോൾ ഈ വിശുദ്ധിയുടെ നിറവിലുള്ള മനുഷ്യരെ കിട്ടണമെങ്കിൽ സഹനത്തിൻ്റെ തീച്ചുളയിൽ അവരിട്ടിട്ട് ഉരുക്കും. അപ്പോൾ സഹനം കിട്ടുന്ന ആളുകളെ നോക്കിയിട്ട് നമ്മൾ പഴി പറയരുത്. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ലയോ 13 മാർപ്പാപ്പയ്ക്ക് ഉണ്ടായ ദർശനമാണ്. ഇത് അവസാന കാലമാണെന്നുള്ളതിൻ്റെ തെളിവുകളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഈ ലയോ 13 മാർപ്പാപ്പ 1884 ഒക്ടോബർ 13 തൻ്റെ സ്വകാര്യ ചാപ്പലിൽ ദിവ്യബലി അർപ്പിച്ച് മടങ്ങുമ്പോൾ സക്രാരിയുടെ ഭാഗത്ത് ഒരു അസാധാരണ ദർശനം കണ്ടു. ലൂസിഫറും ദൈവവുമായിട്ടുള്ള സംഭാഷണമായിരുന്നത്, അതായത് ചെകുത്താനും ദൈവവുമായിട്ടുള്ള സംഭാഷണം. അപ്പോൾ ചെകുത്താൻ പറഞ്ഞു, ലൂസിഫർ പറഞ്ഞു, ഞാൻ നിന്റെ സഭയെ തകർക്കും എന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്നെ കൊണ്ടത് സാധിക്കില്ല എന്ന്. അപ്പോൾ പറഞ്ഞു, എന്നെ നീ അതിനെ അനുവദിച്ചാൽ ഞാനത് ചെയ്യും. ദൈവം അനുവദിക്കണം കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം അനുവദിച്ചാൽ അവനത് ചെയ്യാം. ദൈവം അനുവാദം കൊടുത്തു. പക്ഷേ അതിന് ചില സൗകര്യങ്ങൾ ലൂസിഫർ ആവശ്യപ്പെട്ടു. എന്താണെന്ന്, 100 വർഷവും സ്വന്തം ഇഷ്ടപ്രകാരം സാത്താനെ അനുഗമിക്കുന്നവർക്ക് അവരുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കാനുള്ള അനുവാദവുമാണ് ചോദിച്ചത്. ഈ വരം ദൈവം കൊടുത്തു, 100 വർഷം. എന്നിട്ട് ഈ ദർശനം ഉണ്ടായ ഉടനെ ലയോ 13 മാർപ്പാപ്പ എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനയാണ് മിഖായേലിനോടുള്ള ജപം. അത് ലോകം മുഴുവനുള്ള മെത്രാന്മാർക്ക് അയച്ചു കൊടുത്തിട്ട് ഈ പ്രാർത്ഥനയും അതുപോലെ പരിശുദ്ധ രാജ്ഞി കരുണ മാതാവേ സുസ്തി എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അതും എല്ലാ കുർബാനയ്ക്ക് ശേഷം ചെല്ലണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ 1970 വരെ ഈ ചട്ടം സഭയിൽ പാലിക്കപ്പെട്ടുള്ളൂ. പുതിയ കുർബാനക്രമം വന്നപ്പോൾ അതില്ലാണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ സാത്താന് സുഖമായിട്ടുണ്ടാവും ഇങ്ങനെ ഓരോ പ്രാർത്ഥനകൾ മുടങ്ങുമ്പോഴേ. പ്രാർത്ഥന ദൈവം വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനകൾക്ക് വളരെ ശക്തിയുണ്ട്. നമുക്ക് മിഖായേലിൻ്റെ ജപവും പരിശുദ്ധരാജ്ഞിയൊക്കെ ചെല്ലണം കേട്ടോ. ഈ അന്ത്യകാലത്തിന് പറ്റിയ പ്രാർത്ഥനകളാണ്. അപ്പോൾ അതിൽ പറയുകയാണ്, ഈ സാത്താൻ ഇങ്ങനെ 100 വർഷം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ 100 വർഷം ആണ് പരിശുദ്ധ അമ്മ ഇപ്പോൾ ഓടി നടന്ന് പ്രത്യക്ഷപ്പെടുന്നത്. സാത്താൻ ഫൈറ്റ് ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നമ്മെ ബലപ്പെടുത്താനായിട്ട്, വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്താൻ പ്രത്യക്ഷപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അമ്മ.
അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഫാത്തിമയുടെ പ്രത്യക്ഷീകരണം. ഇതിൽ പറയുന്നത് അമ്മ വിശുദ്ധിയിലേക്ക് മനുഷ്യർ വരണം എന്നാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13:35 പറയുന്നുണ്ട്, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. എങ്ങനെ തിരിഞ്ഞു പറഞ്ഞു വന്നാലും അവസാനം സ്നേഹത്തിലാണ് വന്ന് നിൽക്കുക. ദൈവത്തെ സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രമാണം. അതുണ്ടെങ്കിലാണ് ഈ പരിശുദ്ധ കുർബാന യോഗ്യതയാവുള്ളൂ. അതുണ്ടെങ്കിലാണ് ഇത് ജപമാലയൊക്കെ ചൊല്ലിയിട്ട് കാര്യമുള്ളൂ. എന്തായാലും സ്നേഹം ആണ് സർവോത്കൃഷ്ടം. അപ്പം ഞാൻ ഈ ഫാത്തിമയിൽ നിന്ന് എനിക്ക് കിട്ടിയ കൊച്ചു പുസ്തകം ഉണ്ടല്ലോ, അത് ഇന്ന് ആരും നോക്കിക്കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ പുസ്തകത്തിലത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ പുസ്തകം പറയുന്നതിനൊക്കെ മുമ്പ് പരിശുദ്ധമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞാൻ പറയും. അപ്പോൾ ഈ പ്രത്യക്ഷീകരണങ്ങളിലൊക്കെ അവസാന കാലത്തുണ്ടാകുന്നൊരു അന്ധകാരത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇത് വലിയൊരു സംശയമായിട്ട് നിൽക്കുന്നു, അവസാനത്തെ അന്ധകാരം. അപ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. ഈ അന്ധകാരം വരും, ഭൂമി ഇളകിയാടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത്തെ രഹസ്യത്തിൽ ഭാഗികമായിട്ട് പുറത്താക്കിയിട്ടുള്ളത് എന്നാണ് ആ കൊച്ചു പുസ്തകത്തിൽ ഞാൻ കാണുന്നത്. പക്ഷെ ഈ അന്ധകാരവും ഭൂമി ഇളകിയാടുന്നതൊക്കെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളൂ. ഞാനത് പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള അവസരത്തിൽ 5 കാര്യങ്ങളാണ് മാതാവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവസാനത്തെ ഈ അന്ധകാരവും അവസാനത്തെ ഈ വലിയ ഭീകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാം എന്നാണ് പറയുന്നത്. ആ 5 കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ: പരിശുദ്ധ കുർബാന, കുംഭസാരം, വചനവായന, ജപമാല, ഉപവാസം. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്നറിയോ? 1 സ്വന്തം വിശുദ്ധീകരണത്തിന്, 2 അനേക മനുഷ്യരുടെ വിശുദ്ധീകരണത്തിന്, പിന്നെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മോചനത്തിന്. അവരും രക്ഷപ്പെടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നതിനൊക്കെ മുമ്പ് മാലാഖ 3 പ്രാവശ്യം മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഈ കുട്ടികൾക്ക്. എന്നിട്ട് അവരെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണിത്. എൻ്റെ ദൈവമേ, അങ്ങയെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, ആശ്രയിക്കുന്നു, സ്നേഹിക്കുന്നു. അങ്ങയെ വിശ്വസിക്കാത്തവർക്കും ആരാധിക്കാത്തവർക്കും ആശ്രയിക്കാത്തവർക്കും സ്നേഹിക്കാത്തവർക്കും വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഇതാണ് മാലാഖ വന്നിട്ട് കുട്ടികളെ പഠിപ്പിച്ച പ്രാർത്ഥന. ഇതിലും വന്നിട്ടുള്ളത് മാപ്പ് ചോദിക്കുകയാണ്. എന്തിനു വേണ്ടി? അങ്ങയെ സ്നേഹിക്കാത്തവർ, അങ്ങയെ ആരാധിക്കാത്തവർ, അങ്ങയെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇത് തന്നെയാണല്ലോ പരിചയപ്പെടുത്തിയിട്ടുള്ള പരിഹാര പ്രാർത്ഥന. മാലാഖ 3ാമത്തെ പ്രാവശ്യം പ്രത്യക്ഷീകരണത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഏറ്റവും പരിശുദ്ധ തൃത്വമേ, ഞാൻ അങ്ങയെ അഗാധമായി ആരാധിക്കുന്നു. അങ്ങയെ വ്രണപ്പെടുത്തുന്ന നിന്ദാപമാനങ്ങൾക്കും ദൈവദൂഷണങ്ങൾക്കും പരിഹാരമായി ലോകത്തിലെ എല്ലാ വിശുദ്ധ സക്രാരികളിലും സന്നിഹിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വിലയേറിയ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും അങ്ങയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയത്തിൻ്റെയും അനന്ത യോഗ്യതകളാൽ നിർഭാഗ്യരായ പാപികളുടെ മാനസാന്തരം ഞാൻ അങ്ങയോട് യാചിക്കുന്നു. ഈ പ്രാർത്ഥന നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രാർത്ഥനയോട് ഭയങ്കര സാമ്യമുണ്ട്. കരുണക്കൊന്തേൽ നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി എന്നുള്ള പ്രാർത്ഥനയില്ലേ, അതിലും ഇങ്ങനെയല്ലേ? യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വിലയേറിയ തിരുശരീരവും തിരുരക്തവും മാലാഖ ഈ 3ാമത്തെ പ്രത്യക്ഷീകരണത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. അത് കഴിഞ്ഞ് ഫാത്തിമയിൽ 3ാമത്തെ പ്രത്യക്ഷീകരണത്തിൽ കുട്ടികൾക്ക് നരകത്തിൻ്റെ ദർശനം നൽകി. എന്നിട്ട് മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്: ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കരുണ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഇത് നമ്മുടെ ജപമാലയുടെ ഓരോ രഹസ്യത്തിൻ്റെ ഇടയിൽ ചെല്ലുന്നുണ്ട്. ഓ എൻ്റെ ഈശോയെ. അതുപോലെ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ജെറുത്രൂദിലൂടെ ഈശോ ലോകത്തിന് തന്നിട്ടൊരു പ്രാർത്ഥന. ഏത്? ശുദ്ധീകരാത്മാക്കൾക്ക് 1000 പേര് രക്ഷപ്പെടുന്ന കൊണ്ടൊരു പ്രാർത്ഥനയുണ്ടല്ലോ. നിത്യപിതാവേ, ഇന്ന ദിവസം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ആ പ്രാർത്ഥന എല്ലാവർക്കും അറിയാവുന്നത്, അതുകൊണ്ട് വായിക്കുന്നില്ല. അപ്പോൾ അതിലും ഈശോയുടെ തിരുരക്തം ആണ് എല്ലാത്തിൻ്റെയും പരിഹാരം.
പിന്നെ ഫാത്തിമയ്ക്ക് ശേഷം 1935 ഈശോ വിശുദ്ധ ഫൗസ്റ്റീനാക്കി കരുണയുടെ ദർശനത്തിൽ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ സ്വർഗം തന്നിട്ടുള്ള പ്രാർത്ഥനകളാണ്. അതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കണം. അത് മനുഷ്യരെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതല്ല. നമ്മൾ പലരും പല വ്യക്തികളും ഓരോ ഇടവകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പല പ്രാർത്ഥനകളും അവർ അത് ആ ഇടവകളുടെ സൗകര്യത്തിന് വേണ്ടി ബിഷപ്പുമാരുടെ അംഗീകാരം കിട്ടി അത് പ്രാർത്ഥിക്കും. പക്ഷെ ഇത് സ്വർഗം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകൾക്ക് പ്രത്യേക മൂല്യമുണ്ട്. അതല്ലേ ജെറുത്രൂദിൻ്റെ പ്രാർത്ഥന ചൊല്ലി 1000 ശുദ്ധീകരാത്മാക്കൾ രക്ഷപ്പെടും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എല്ലാതും ഞാൻ പറയുന്നില്ല, കുറച്ച് പറഞ്ഞിട്ട് ഇന്നത്തേത് അവസാനിപ്പിക്കും. ആ കൊച്ചു പുസ്തകത്തിലത്തെ ഞാൻ അതിന് ശേഷം പറയാം. കാരണം അത് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലത്തെ വചനങ്ങൾ കൂടി പറയണം. വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതൊക്കെ എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ ഭൂമിയിൽ വരുമെന്ന് പറഞ്ഞാലും സൂര്യനിരുളും ചന്ദ്രൻ പ്രകാശത്തിലില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനൊക്കെ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ പറഞ്ഞ 5 കാര്യം മാത്രമാണ്. സ്നേഹവും ഈ കുർബാന കുമ്പസാരം എന്നൊക്കെ പറഞ്ഞത്. ഫാത്തിമയിൽ 1917 മെയ് 13 മുതലാണ് ഒക്ടോബർ 13 വരെ 6 പ്രാവശ്യമാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അത് കൊച്ചുകുട്ടികൾക്ക് അത് നമുക്കറിയാം. ആദ്യത്തെയും 3ാമത്തെയും പ്രത്യക്ഷീകരണങ്ങൾ ഒരു കുന്നിൻ ശിഖരത്തിലെ ഗുഹയിൽ വെച്ചായിരുന്നു. ഔതെയ്റോദെ കബേഡോ എന്ന് പറയുന്ന ഒരു കുന്നിൻ ശിഖരത്തിൻ്റെ ഗുഹയിൽ. 2ാമത്തേത് ലൂസിയുടെ വീടിനടുത്തുള്ള കിണറിൻ്റെ മുകളിലായിട്ട്. അന്ന് മാലാഖ വന്നു, സമാധാന മാലാഖ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2ാമത്തെ തവണ മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ എന്ന് ചോദിച്ചു. പാപികളുടെ മാനസാന്തരത്തിനായി കർത്താവ് അയക്കുന്ന കഷ്ടതകൾ പരാതി കൂടാതെ സഹിക്കാൻ മാലാഖ ആഹ്വാനം ചെയ്തു. മനസ്സിലായോ? പാപികളുടെ മാനസാന്തരത്തിന് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് കർത്താവ് അയക്കുന്ന കഷ്ടതകൾ പരാതി കൂടാതെ സഹിക്കാൻ. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? കഷ്ടതകൾ മാറാൻ അവിടേക്ക് ഓടുന്നു, ഇവിടേക്ക് ഓടുന്നു, ഭയങ്കരമായ ഓട്ടാണ്, പല കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാതും കഷ്ടതകൾ മാറണം, രോഗസൗഖ്യം കിട്ടണം, സഹനം മാറിപ്പോണം. അതല്ലേ ഇന്ന് പല സ്ഥലങ്ങളിലേക്ക് ഓടി നടക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം. അല്ലാണ്ട് ദൈവസ്നേഹം കൊണ്ടൊന്നും അറിയാനായിട്ട് വലിയൊരു ഓടി നടക്കുന്നുണ്ടോ? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സഹനം താ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഓടി നടക്കുന്നുണ്ടോ? അപ്പോൾ ഫാത്തിമയിൽ മാലാഖ പറഞ്ഞു, പാപികളുടെ മാനസാന്തരത്തിനായിട്ട് കർത്താവ് അയക്കുന്ന കഷ്ടതകൾ പരാതി കൂടാതെ സഹിക്കാം. അപ്പോൾ യഥാർത്ഥ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സുവിശേഷത്തിൽ എന്താ പറയണേ? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടേണ്ടത് ആരാണ്? പാപികളാണ്. ഇവിടെ പറഞ്ഞു പാപികളുടെ മാനസാന്തരത്തിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് അയക്കുന്ന കഷ്ടതകൾ പരാതി കൂടാതെ സഹിക്കാൻ. ഇത് ശരിക്കും ചിന്തിച്ചാൽ പിന്നെ നമ്മൾ എവിടേക്കെങ്കിലും ഓടോ? ഈ രോഗസൗഖ്യത്തിനും അവിടെ ഈ പ്രശ്നം തീരണം, ആ പ്രശ്നം തീരണം, ആ പ്രശ്നം തീരുന്നല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല നമ്മൾ. ഇവിടെ പോയിട്ട് കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ മറ്റത് കുറച്ചും കൂടി കൂടുതൽ, അപ്പോൾ അവിടേക്ക് പോയി. അവിടെ പോയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം വന്നിട്ട് അവിടേക്ക് പോവാം. പ്രിയ കൂട്ടുകാരെ, അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ക്യാൻസറാണ്, ആമാശയം മുറിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ എനിക്ക് രോഗസൗഖ്യത്തിനൊന്നും പ്രാർത്ഥിക്കേണ്ട, ഇത് സഹിക്കേണ്ട ശക്തി വേണമെന്ന്. അപ്പോൾ അതിന് എതിരഭിപ്രായമായിട്ട് ഒരു ആള് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആളിത് കണ്ടിട്ടുണ്ടാവില്ല. പാപികളുടെ മാനസാന്തരത്തിന് കർത്താവ് അയക്കുന്ന കഷ്ടതകൾ പരാതി കൂടാതെ സഹിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ 3ാമത് തവണ പ്രത്യക്ഷപ്പെട്ടിട്ടും കർത്താവ് മാലാഖ അവർക്ക് തിരുവോസ്തിയും തിരുരക്തവും കാണിച്ചു കൊടുത്തു. പിന്നെ അന്ന് പഠിപ്പിച്ച പ്രാർത്ഥന ഞാൻ നേരത്തെ വായിച്ചു, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന. 1ാമത്തെ ദർശനം 1917 മെയ് 13 കേട്ടോ. ഒരു കരുവേല മരത്തിൻ്റെ മുകളിലാണ് അത്ര മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. വെള്ള വസ്ത്രം ധരിച്ച് സ്വർണത്തിൽ അരികു തീർത്ത ശിരോവസ്ത്രത്തോടു കൂടി സൂര്യനേക്കാൾ പ്രശോഭിതയായിട്ട്. അതാണ് ഫാത്തിമ മാതാവിൻ്റെ രൂപം. ഞാൻ അമ്മയെ കൂനത്തി അമ്മ എന്ന് വിളിക്കും.
കൂപ്പി പിടിച്ച കൈകളിൽ നിന്ന് ഒരു ജപമാല തൂങ്ങി കിടന്നിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ മാതാവ് വന്നപ്പോൾ ഇവർ ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത്. അപ്പം മാതാവ് പറഞ്ഞു സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊണ്ടുപോകാം, എന്നാൽ ഫ്രാൻസിസ്കോ കൂടുതൽ ജപമാല ചെല്ലേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ജപമാല കൂടുതൽ ചെല്ലണം. അങ്ങനെ അമ്മ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞു മരിയ ദാസ് നെവസ്, അമേലിയ എന്ന 2 പേര് സ്വർഗത്തിലുണ്ടോ എന്ന് ചോദിച്ചു. ലൂസിയാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു മരിയ ദാസ് നെവസ് സ്വർഗത്തിലാണെന്നും അമേലിയ ലോകാവസാനം വരെ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കും എന്നും പറഞ്ഞു. ഞാനിത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അമേലിയ എന്നാണ് പേര് ഇപ്പോഴാണ് കൃത്യം വന്നത്. ഈ അമേലിയ 14 വയസ്സുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു, 14-19. അപ്പോൾ ഇവരുടെ എന്തോ ഒരു ബന്ധമുള്ള ആളാണ്. അപ്പോൾ അവരെവിടെയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ മാതാവ് പറഞ്ഞു ശുദ്ധീകരണ സ്ഥലത്തിലുണ്ട്. എത്ര നാൾ കിടക്കേണ്ടി വരും? ലോകാവസാനം വരെ. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ എത്ര നാൾ കിടക്കേണ്ടി വരും? ലോകാവസാനം വരെ കിടക്കേണ്ടി വരില്ലേ നമ്മളും? 19 വയസ്സിൽ അല്ലെങ്കിൽ 17 വയസ്സുള്ള കുട്ടി ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി പാപം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ അവസാന കാലത്ത് കാലം അവസാനിക്കാറായി, മാപ്പ് പറയേ, എളിമപ്പെട്, പരിഹാരം ചെയ്യേ, പരിഹാരമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്, വേറെ ഒന്നുകൊണ്ടല്ല. ശുദ്ധീകരണ സ്ഥലം മിഥ്യയാണ്, സ്വർഗ്ഗമില്ല നരകമില്ല എന്നൊക്കെ ഒന്നും പറയുന്ന കാര്യമൊന്നുമില്ല. അതൊക്കെ നേരിൽ കണ്ടിട്ടുള്ള അനുഭവമുള്ളവർക്ക് അറിയാം. അത് കടന്നു പോകണം. ഇവിടെ ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കണക്ക് അവിടെ കൊടുക്കണം. അത് വചനം പറഞ്ഞില്ലേ, അവസാനത്തെ ചില്ലിക്കാശ് വരെ കൊടുത്തു തീർക്കുകയാണെങ്കിൽ നിനക്ക് അവിടെ നിന്ന് രക്ഷ കിട്ടില്ല. അതുകൊണ്ട് നമ്മളേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ പോയിന്റുകളൊക്കെ എടുത്തു പറയുന്നത് ഇത് എനിക്കോ അല്ലെങ്കിൽ അതുപോലെ ആളുകൾക്ക് കിട്ടുന്ന ഒരു മായാദർശനോ ഒരു ഭാവന സൃഷ്ടിയൊന്നും അല്ലത്. കണക്ക് നോക്കുന്നവൻ അവിടെ വരും. ഭൂമിയിൽ എന്താ നടന്നേ, നീ എന്താ ചെയ്തത്, നമ്മുടെ കാവൽമാര കണക്ക് എഴുതുന്നുണ്ട്. അങ്ങനെ കണക്ക് നോക്കാൻ കർത്താവ് ഓരോരുത്തരെ വിട്ടിട്ടുണ്ട്. വചനത്തിൽ അത് പറയുന്നുണ്ട്. നിങ്ങളെ സക്കറിയായുടെ പുസ്തകം 1-ാം അധ്യായം 10 എടുത്ത് നോക്കിയേ, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ആളവിടെ കണ്ടു. അത് ആരാണെന്നറിയോ? ഭൂമിയെ നിരീക്ഷിക്കാൻ കർത്താവ് ഓരോരുത്തരെ അയക്കുന്നതാ. അതിന് വചനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സക്കറിയ 1:10 എടുത്ത് വായിച്ചോ. ഞാൻ വായിച്ചു തരേണ്ട ആവശ്യമില്ല, വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതാ. ഈ ഭൂമിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ നമ്മളിവിടെ കാണുന്ന ആളുകളെയും കേൾക്കുന്ന കാര്യങ്ങളുള്ളൂ. നമ്മൾ കേൾക്കാത്തതും കാണാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ അന്തരീക്ഷത്തിൽ നടക്കുന്നുണ്ട്. അത് ചിലർക്ക് ചില ഭാഗങ്ങളൊക്കെ കാണാം. ആണെന്നേ, ഭയങ്കര സത്യമാണത്. ഞാൻ പറഞ്ഞില്ല, പണ്ട് ഓരോ കാര്യങ്ങളൊക്കെ കാണുന്നു പറയുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നെ പറയും മിണ്ടാതിരുന്നോളൂ, അവിടെ ഓരോരോ കാര്യങ്ങൾ കാണുന്നു. ഈ കാണുന്നതൊക്കെ സംഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് എന്ത് കാഴ്ചയാണെന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മൾ ഈ കാണുന്ന കാഴ്ചകളല്ലാണ്ട് ഈ അന്തരീക്ഷത്തിൽ ഉൾക്കണ്ണുകൊണ്ട് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ യുദ്ധങ്ങളുണ്ട്, കുറേ ആളുകളുണ്ട് ഇവിടെ ഈ അന്തരീക്ഷത്തിൽ, ഈ ലോകത്തിൽ. തിന്മയും നന്മയും തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ്. അത് കണ്ടവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്തുമാത്രം ആളുകളെ ഇവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കണതെന്നറിയോ? നമുക്ക് സങ്കടം വരും, ചിലപ്പോൾ ദേഷ്യം വരും. എന്തൊരു നല്ല ആളുകളെയാണ് നശിപ്പിക്കുന്നത്. ചെറിയ ചെറിയ ഓരോ ഹോൾ ഉണ്ടാക്കുക, ലൂപ്പ് ഹോൾ ഉണ്ടാക്കി അതിൽ കൂടെ കയറിയിട്ടാണ്. ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട് പോകാറുണ്ട്. ദൈവം ഇവരെന്താ ചെയ്യുന്നത് അത് മറന്നിട്ട് സാത്താനാണ് ചെയ്യിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നതൊക്കെ നിരീക്ഷിക്കാൻ കർത്താവ് ആളുകളെ വിട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യം തരുന്നുള്ളൂ. അതായത് എന്തിനാണ് കഷ്ടതകൾ തരുന്നത്? കഷ്ടതകൾ തന്ന് നമ്മളെ ഉരുക്കിയെടുത്ത് ദൈവോന്മുഖരായിട്ടുള്ള മനുഷ്യരുണ്ടാകണം. അങ്ങനെ നിന്നാലേ അവസാന കാലത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് ആളുകളുണ്ടാകൂ. അതുപോലെ പാപികളുടെ മാനസാന്തരത്തിനായിട്ട് കർത്താവ് അയക്കുന്ന കഷ്ടതകൾ പരാതി കൂടാതെ സഹിക്കണം. കഷ്ടതകൾ മാറാൻ ഓടി നടക്കണ്ട. സമയമാകുമ്പോൾ കഷ്ടതകളൊക്കെ ദൈവം മാറ്റിക്കൊള്ളും. അതുപോലെ ലോകാവസാനം വരെ അമേലിയ ശുദ്ധീകരണ സ്ഥലത്തുണ്ടാകും. ഇത് സഭ അംഗീകരിച്ച ദർശനത്തിൽ കുട്ടികളെ ഏറെ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. പാവം കുട്ടികളെ അങ്ങനെ ഒക്കെ സത്യമാണെന്ന് അംഗീകരിച്ചിട്ടതാണ്. പ്രിയ കൂട്ടുകാരെ, ഈ കാര്യങ്ങൾ നമുക്ക് ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ എപ്പോഴും വയ്ക്കാം.
മാതാവ് എപ്പോഴും പറയുന്നത് മാനസാന്തരപ്പെടണം, പാപികൾ മാനസാന്തരപ്പെട്ടിട്ട് എല്ലാവരും ദൈവത്തിലേക്ക് ആവണം. ഒരു ആത്മാവ് പോലും നശിച്ചു പോകാൻ അമ്മ ഇഷ്ടപ്പെടുന്നില്ല, ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പിതാവായ ദൈവം. അതുകൊണ്ടാണ് ഈ ശിക്ഷണങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ പാപികളുടെ മാനസാന്തരത്തിനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പരിശുദ്ധ കുർബാന കൊടുക്കുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം. ചതി, വഞ്ചന, നമ്മുടെ സ്നേഹക്കുറവൊക്കെ മാറ്റിവെക്കി. ഇനി അവസാന കാലമായില്ലേ, ഇനിയും സഹോദരന്മാർ തമ്മിൽ വെറുപ്പ്, വൈരാഗ്യം, അവനാ വലുത്, നീയാ വലുത്, നീ അങ്ങനെ പറഞ്ഞത് എങ്ങനെ പറഞ്ഞത് എല്ലാം വിട്ടുകളയേണ്ട സമയമാണിപ്പോൾ. എന്നിട്ട് ആർക്കൊക്കെയാണോ ഈ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എഴുതി വെച്ച് നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ കാഴ്ച കൊടുത്ത് പ്രാർത്ഥിക്കുക. വലിയ അത്ഭുതങ്ങൾ കാണാം. ഒരാളെ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ള, ഒരാൾ മാനസാന്തരപ്പെട്ടെങ്കിൽ അത്രയായല്ലോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ടായപ്പോൾ കുർബാന വേണ്ടാന്ന് വെച്ചവരുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ അവർക്ക് പേരിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ഓൺലൈൻ കുർബാനയും കൂടും, ചിലപ്പോഴൊക്കെ എപ്പോഴൊക്കെ പറയണേ ഞാൻ ലൈവിൽ പോയിട്ട് ശരിക്കും റിയൽ കുർബാനയും കൂടും. വെറുതെ ഞാൻ ഇങ്ങനെ എണ്ണി വെച്ച് പ്രാർത്ഥിക്കും. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ 2 ദിവസം മുമ്പ് എണ്ണി വെച്ച് കുർബാനയ്ക്ക് വരാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പള്ളിയിൽ ചാരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ആ വ്യക്തി വന്ന് നിൽക്കണു. അപ്പോഴെനിക്ക് മനസ്സിലായത് നമ്മൾ ഈ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം കേൾക്കും. എന്തുമാത്രം നമ്മെ സ്നേഹിക്കുന്നത്, എപ്പോഴാണ് തിരിച്ചു വരണേന്ന് നോക്കിയിട്ട്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത് 3 കാര്യങ്ങളാണ്. പാപികളുടെ മാനസാന്തരമാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. അതിന് ഏക മാർഗം, നല്ല മാർഗം കുർബാനയും കുമ്പസാരമൊക്കെ ഉണ്ട്. പിന്നെ പറയുന്നു കഷ്ടതകൾ, ദൈവം അയക്കുന്ന കഷ്ടതകൾ സഹിക്കണമെന്ന്, പരാതി കൂടാതെ. അത് തന്നെയാണ് സുവിശേഷത്തിൽ പറയണേ, നിന്റെ അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വന്നാൽ നീ എൻ്റെ ശിഷ്യനായിരിക്കുമല്ലോ. അല്ലാതെ കാലുവേദന വന്നു, ക്യാൻസർ വന്നു, മാറാൻ ഓടി, നിയോഗം വെച്ചു, അവിടെ ഇത് ചെയ്തു, ഇവിടെ ഇത് ചെയ്തു, മുറിച്ചു മാറ്റിയ അവയവം വീണ്ടും വന്നു. അത് വലിയൊരു പ്രശ്നമല്ലേ? മുറിച്ചു മാറ്റിയതൊക്കെ വീണ്ടും ദൈവത്തിനെ കൊണ്ട് എടുത്തു വെപ്പിക്കുക എന്ന് പറഞ്ഞാൽ. കഷ്ടതകൾ സഹിക്കാൻ ആർക്കും ഇപ്പം നേരില്ല. എല്ലാ കഷ്ടതകളും മാറിക്കൊണ്ടിരിക്കണം. എത്ര കഷ്ടത വന്നാലും പ്രിയ കൂട്ടുകാരെ, ഈ ജീവിതം നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു പോവില്ലേ? നമുക്ക് അവിടെയല്ലേ നിത്യജീവൻ, നിത്യമായിട്ട് ഈശോടൊപ്പം ആയിരിക്കാൻ. അപ്പോൾ നമ്മൾ ഈ കഷ്ടതകൾ സഹിക്കണം. പിന്നെ പാപികളുടെ മാനസാന്തരമാണ് അമ്മ ആഗ്രഹിക്കുന്നത്, ഈശോയും. പിന്നെ ശുദ്ധീകരണ സ്ഥലത്ത് ഈ കുട്ടി ലോകാവസാനം വരെ കിടന്നു എന്ന്. അപ്പം നമ്മൾ എത്ര നാൾ കിടക്കേണ്ട വരും? അതൊന്ന് ചിന്തിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് എല്ലാത്തിനൊരു വെട്ടുവെക്കാനായിട്ട് പറ്റും. എന്നിട്ട് മാതാവ് അവരോട് ചോദിച്ചു, അനേക മനുഷ്യരുടെ മാനസാന്തരത്തിനായിട്ട് കർത്താവ് അയക്കുന്ന പീഡകൾ സഹിക്കുമോ എന്ന്. അവർ അതിന് സന്നദ്ധരെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഏറെ സഹിക്കേണ്ടി വരും കേട്ടോ എന്ന്. അങ്ങനെ മാതാവ് പിന്നെ അവരെ പ്രകാശവലയത്തിലാക്കി ആശ്വാസം കൊടുക്കുന്നുണ്ട്. ഇത് ഫാത്തിമയിലെ ദർശനങ്ങളുടെ ഒരു ഭാഗം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കോട്ടെ. ഇനി വഴിയെ വരുന്നുണ്ട് ഈ 3 ദിവസത്തെ അന്ധകാരം, ഭൂമി ഇളകി ആടുന്നു. അപ്പം എന്ത് ചെയ്യും? ഒക്കെ നല്ലതാ. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് ജീവിതം ക്രമപ്പെടുത്തി കഷ്ടതകൾ സഹിച്ച് മാതാവ് പറഞ്ഞതങ്ങോട്ട് ചെയ്ത് ജീവിച്ചാൽ അന്ധകാരം വന്നാലും കുഴപ്പമില്ല, എന്ത് വന്നാലും കുഴപ്പമില്ല, പരിശുദ്ധ അമ്മ നമ്മെ നയിച്ചോളും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ അടുത്ത ഷെയറിങ്ങിൽ അടുത്ത ഭാഗങ്ങൾ കൂടി പറയാം. നമുക്ക് എപ്പോഴും കരുതിയിരിക്കാം, എളിമപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം, മാപ്പ് പറഞ്ഞ് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം. പരിഹാരമാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ചെയ്തു പോയതിനും മറ്റുള്ളവർ ചെയ്തതിനും ഒക്കെ പരിഹാരം എങ്ങനെയാണ്? പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ അനുദിന ജീവിതത്തിലത്തെ സഹനങ്ങൾ. നിങ്ങൾക്ക് കൂടുതൽ ജോലിയുണ്ടോ? ആ ജോലി ചെയ്യുമ്പോൾ പറഞ്ഞോ, ലോകപാപത്തിന് പരിഹാരം, മാനസാന്തരപ്പെടാനായിട്ട് പാപികളുടെ മാനസാന്തരത്തിന് എൻ്റെ തലമുറയുടെയും പാപങ്ങൾക്ക് പരിഹാരം. പ്രിയ സഹോദരങ്ങളെ, അവസാന കാലത്ത് നമുക്ക് ഒത്തുപിടിച്ച് ഈ ബോധ്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കാം. ഫാത്തിമയിൽ മാലാഖ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കത് വേറെ എവിടുന്നേലൊക്കെ കിട്ടുമായിരിക്കും, ഫാത്തിമയിലെ പ്രാർത്ഥനകളെന്ന് പറഞ്ഞിട്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അന്ന് ആ മാതാവിൻ്റെ രൂപം, വലിയൊരു രൂപം കൊണ്ടുവന്നപ്പോൾ അന്ന് അവർ കൊടുത്തിരുന്നതാണ്. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും എനിക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ ആ പ്രാർത്ഥന പുസ്തകം കൊണ്ടു നടന്ന് അതൊക്കെ ഒന്ന് പ്രാർത്ഥിക്കും. എന്നുമല്ല, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.